ഒന്നും പറയണ്ട, വലിയ ഒരു അബദ്ധം. ഞാനൊരു പുള്ളിക്കാരനെ കൊണ്ട് വന്ന ആ പുള്ളി എന്നെ, ഞങ്ങൾ ബൈക്കിലാണ് വന്നത്, ആ പുള്ളി എന്നെ ഇവിടുന്ന് അങ്ങ് ഇറക്കി വിട്ടിട്ട് ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒറ്റയ്ക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ച് വരുമോ ഇല്ലെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോൾ കാണിച്ചു തരാം, വരുമ്പോൾ കാണാം, നോക്കാം. ഞാൻ അവരെ പുള്ളിയെ നോക്കി നിൽക്കുക. ഇപ്പോൾ വരുമെന്ന് പറഞ്ഞാൽ പോയാൽ കുറേ നേരമായി ഞാൻ വെയിറ്റ് ചെയ്യുന്നു. കാണുന്നില്ലല്ലോ, കുറേ നേരമായി. ഇവരെവിടെ പോയി കിടക്കുക? ഇത് നാട്ടിൽ നിന്ന് ഓരോരുത്തർ വന്നിട്ട് അവരുടെ ആഗ്രഹങ്ങൾ പറയും. ബൈക്ക് ഓടിക്കണം, കാർ ഓടിക്കണം സ്വിറ്റ്സർലൻഡിൽ. ഇതെല്ലാം നമ്മുടെ മുഖത്തേക്ക് വന്ന് കയറിക്കോളും. മോനെ ദിനേശ, ഹെൽമെറ്റ് ഒക്കെ ഒന്ന് ഊരിക്കേ. ആ ലൈറ്റ് ഓഫ് ചെയ്യ. അല്ലേ, എനിക്കറിയത്തില്ല. സ്വിച്ച് ഓഫ് ചെയ്യ, താക്കോൽ ഓഫ് ചെയ്യ, താക്കോൽ ഓഫ് ചെയ്യ. ആ അതെ, എനിക്കറിയത്തില്ല. നിങ്ങൾ സ്വിറ്റ്സർലൻഡിൽ കൂടെ ബൈക്കിലാണല്ലോ ചത്രേ. ഇതൊക്കെ എങ്ങനെയാണ് പരിപാടി നടക്കണേ? ഇവിടുത്തെ പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ആരുടെ കൂടി പോയാൽ നടക്കുകയല്ല. അത് നടക്കുവോ? അതെ അതെ, 2 വർഷമായിട്ട് 2 ബൈക്കുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അതെ, 2 ബൈക്ക്. രാവിലെ ഇവിടെ നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് രാവിലെ ഇതിനെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി അത്യാവശ്യം പണികളൊക്കെ ചെയ്ത് ബാറ്ററിയൊക്കെ ഒന്ന് റീചാർജ് ചെയ്ത് എടുത്തതാ. കണ്ടോ, ഇത് അടിപൊളി പരിപാടിയാ. ഒരെണ്ണം കൂടെ അവിടെ ഇരിപ്പുണ്ട്. ഇത് ചെന്നിട്ട് വേണം അതിന് ബാക്കിയൊക്കെ ചെയ്യാനായിട്ട്. അപ്പൊ എങ്ങനെ, അടിപൊളിയല്ലേ? അടിപൊളി അടിപൊളി. അച്ചായന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് ഇതുപോലെയൊക്കെ നടക്കും. അപ്പൊ നിന്റെ മക്കൾ വന്നിട്ട് മക്കൾക്കും കൊടുത്തു വിടുക ബൈക്ക്. അതെ അതെ, അതിനുള്ള പരിപാടിയാണ് അച്ചായൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ദൈവമേ, ഇപ്പൊ ഇന്ന് എടുത്തോണ്ട് വന്ന നമ്പർ പ്ലേറ്റ്. ഇന്നിപ്പോ നമ്പർ പ്ലേറ്റ് നോക്കി, പുതിയ നമ്പർ പ്ലേറ്റ് ഇപ്പൊ എടുത്തോണ്ട് വന്നാ. നോക്കി കണ്ടോ, നോക്ക്. അപ്പൊ ബൈക്ക് അവിടെ വെറുതെ ഇരിക്കില്ലായിരുന്നോ? അപ്പൊ ഞാനും ഇവനും കൂടെ പോയി നമ്പർ പ്ലേറ്റ്. ഇപ്പൊ ഇതിന്റെ എല്ലാം കംപ്ലീറ്റ് ചെലവ് വരും. ലക്ഷങ്ങൾ എനിക്ക് തന്നാലേ ഉള്ളൂ, പിന്നെ ശരിയാവുള്ളൂ കേട്ടോ. നല്ല രസം. ഈ ബൈക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് ഗ്രാമങ്ങളിൽ കൂടെ പോവാം. കാണാൻ എന്ത് രസം അറിയോ? ആ പറഞ്ഞത് ശരിയാ. അത് പക്ഷെ എല്ലാവർക്കും സാധിക്കുകയല്ല. ബൈക്ക് വേണം, അച്ചായം വേണം, മറ്റത് വേണം എന്നൊക്കെയല്ലേ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ശരി, ആയിക്കോട്ടെ. താങ്ക് യു. ഓക്കെ, ബൈ ബൈ.